വർദ്ധിച്ചുവരുന്ന ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോവുകയാണ് പ്രധാനമന്ത്രി. ഒരു സംഘർഷ സാഹചര്യം വരുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ജനങ്ങളോടുള്ള താൽപര്യത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. സമീപകാലത്തുണ്ടായ ആഗോള സംഘർഷങ്ങളിൽ നിന്നും ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം തടയുന്നതിനുള്ള വ്യോമ പ്രതിരോധ റഡാർ വാങ്ങുന്നതിനുള്ള റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഫൈറ്റർ ജെറ്റ്, ഹെലികോപ്റ്റർ, ചെറു ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധത്തിനാണ് ശ്രമം. തന്ത്രപ്രധാന സ്ഥലങ്ങളിലെ ഉയർന്ന മൂല്യമുള്ള ആസ്തികൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. നേരത്തെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾ പ്രധാനമായും നടന്നിരുന്നത്. ഇത് ഇപ്പോൾ ലോകത്ത് ശത്രു രാജ്യങ്ങളുടെ ഭീഷണി നേരിടുന്ന എല്ലാവർക്കും വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിലും ഹമാസ് ഇസ്രായേൽ ഏറ്റുമുട്ടലിലും ഓപ്പറേഷൻ സിന്ധൂറിലും ഡ്രോൺ ആക്രമണങ്ങളായിരുന്നു പ്രധാന യുദ്ധമുറ. ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ ദിവസങ്ങളോളം ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. സൈന്യത്തിന്റെ L-17 Su-2B സജിൽക്ക യുദ്ധോപകരണങ്ങൾ ശക്തമായി പാക് ആക്രമണത്തെ പ്രതിരോധിച്ചു. ആക്രമണം നടത്താനുള്ള റഡാറുകൾ L-17 തോക്കുകൾ ഘടിപ്പിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നടത്തുന്നത്. ഈ ഓരോ റഡാർ സംവിധാനത്തിലും ശത്രുവിന്റെ ആയുധങ്ങൾ തിരഞ്ഞു കണ്ടെത്തി വെടിവെച്ച് തകർക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. ഭാരം കുറഞ്ഞ ഒരു വാഹനത്തിൽ ഉയർത്തിവെക്കാൻ സാധിക്കുന്ന 2 L-17 തോക്കുകൾ ഘടിപ്പിക്കാനാവുന്ന വ്യോമ പ്രതിരോധ റഡാറുകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം. വെണ്ടർമാരോട് 12, 24, 36, 48 സിറ്റങ്ങളുടെ ചെലവും ഇവ ലഭ്യമാക്കാൻ ആവശ്യമായി വരുന്ന സമയവും അറിയിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം അസാധാരണമായ വേഗതയിൽ വളർന്നിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1.27 ലക്ഷം കോടിയുടെ റെക്കോർഡ് മൂല്യത്തിലെത്തി. ഒരു കാലത്ത് വിദേശ വിതരണക്കാരെ ആശ്രയിച്ചിരുന്ന രാജ്യം ഇപ്പോൾ തദ്ദേശീയ ഉൽപാദനത്തിൽ വളർന്നു വരുന്ന ഒരു ശക്തിയായി നിലകൊള്ളുന്നു. തദ്ദേശീയ കഴിവുകളിലൂടെ അതിന്റെ സൈനിക ശക്തി രൂപപ്പെടുത്തുന്നു. ഈ മാറ്റം സ്വാശ്രയത്തിനായുള്ള ശക്തമായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് ഇന്ത്യ അതിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുന്ന ഒരു ശക്തമായ പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നു. സ്വകാര്യ പങ്കാളിത്തം, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, നൂതന സൈനിക പ്ലാറ്റ്ഫോമുകളുടെ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തന്ത്രപരമായ നയങ്ങൾ ഈ ഗതിവേഗം വർദ്ധിപ്പിച്ചു. 2013-14 2.53 ലക്ഷം കോടിയിൽ നിന്ന് 2025-26 6.81 ലക്ഷം കോടിയായി പ്രതിരോധ ബജറ്റിലെ വർധനവ് രാജ്യത്തിന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ദൃഢനിശ്ചയത്തെ അടിവരയിടുന്നു. സ്വാശ്രയത്വത്തിനും ആധുനികവൽക്കരണത്തിനുമുള്ള ഈ പ്രതിബദ്ധത സൈന്യത്തിന്റെ ഫയർ പവർ വർദ്ധിപ്പിക്കുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പായ അഡ്വാൻസ്ഡ് ഡോസ് ആർട്ടിലറി ഗൺ സിസ്റ്റം വാങ്ങുന്നതിന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അടുത്തിടെ അംഗീകാരം നൽകിയത് പ്രതിഫലിപ്പിക്കുന്നു. 155 മില്ലിമീറ്റർ 52 കാലിബർ തോക്കുകളുടെ 307 യൂണിറ്റുകളും 327 ഹൈ മൊബിലിറ്റി 6x6 ഗൺ ഡോവിംഗ് വെഹിക്കിളുകളും ഇതിൽ ഉൾപ്പെടുന്നു. ബൈ ഇന്ത്യൻ ഇൻഡിജിനിറ്റി ഡിസൈൻസ് ഡെവലപ്മെന്റ് മാനുഫാക്ചേർഡ് വിഭാഗത്തിന് കീഴിലുള്ള 15 ആർട്ടിലറി റെജിമെന്റുകളെ സജ്ജമാക്കുന്നു. 7000 കോടി കണക്കാക്കുന്നു. ഭാരത് ഫോർജ്, ഡേറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്നിവയുമായി ചേർന്ന് DRDO വികസിപ്പിച്ചെടുത്ത ATAGS 40+ കിലോമീറ്റർ പരിധി, അഡ്വാൻസ്ഡ് ഫയർ കൺട്രോൾ, പ്രിസിഷൻ ടാർഗറ്റിംഗ്, ഓട്ടോമേറ്റഡ് ലോഡിംഗ്, റീകോയിൽ മാനേജ്മെന്റ് എന്നിവയുള്ള ഒരു അത്യാധുനിക പീരങ്കി സംവിധാനമാണ് ഇത്. ഇന്ത്യൻ സൈന്യം എല്ലാ ഭൂപ്രദേശങ്ങളിലും നന്നായി പരീക്ഷിച്ചു. ആധുനിക യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, പീരങ്കി സംവിധാനങ്ങൾ, അത്യാധുനിക ആയുധങ്ങൾ എന്നിവ രാജ്യത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നതിനാൽ ആഗോള പ്രതിരോധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഇപ്പോൾ ഒരു പ്രധാന കളിക്കാരനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആത്മനിർഭരത കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സർക്കാർ നയങ്ങളും സംരംഭങ്ങളും വിജയകരമായി നടപ്പിലാക്കിയതിന്റെ ഫലമായി 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം മൂല്യത്തിൽ എക്കാലത്തെയും ഉയർന്ന വളർച്ച കൈവരിച്ചു. പ്രതിരോധ ഉൽപാദനത്തിന്റെ മൂല്യം 2014-15 46,429 കോടിയിൽ നിന്ന് 1,27,434 കോടി എന്ന റെക്കോർഡ് ഉയരത്തിലേക്ക് ഉയരുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.